ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാർ ഉപയോഗിച്ച് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ, ഞാൻ പറഞ്ഞു തന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു രീതിയിലാണ് ഇവിടെ ഞാനിത് കാണിക്കുന്നത്. ഞാൻ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. 1 മിനിറ്റ് നിർത്താതെ ഒരു ലോ സ്പീഡിൽ നിങ്ങളിത് അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ജാറും അതുപോലെ ജാറിൻ്റെ അടപ്പും എല്ലാം ഡ്രൈ ആയിരിക്കണം. ഒരു ചെറിയ നനവുണ്ടെങ്കിൽ പോലും ഈ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരത്തില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജാറ് ഉണങ്ങിയ ജാറായിരിക്കണം എടുക്കേണ്ടത്, വെള്ളം ഒട്ടും കാണരുത്. ഇനിയാണ് ഞാൻ എൻ്റേതായ ഒരു ടിപ്പാണിത്. അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണിത്. അപ്പോൾ ഓയിൽ ഞാനിവിടെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1/2 കപ്പ് ഒഴിച്ചിട്ട് നമുക്കിത് നിർത്തി അടിച്ചെടുക്കാം. നമ്മൾ മയോണൈസ് തയ്യാറാക്കുന്ന ആ ഒരു രീതി ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ടിപ്പ് കിട്ടിയത്. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ നന്നായിട്ട് തന്നെ സക്സസ് ആയി കിട്ടി എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് നിർത്തി വേണ്ട, നമ്മൾ മയോണൈസ് തയ്യാറാക്കുന്ന പോലെ നിർത്തി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ബാക്കി ഓയിൽ കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഓണാക്കുക, പിന്നെ ഓഫാക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഓണും ഓഫും ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓണാക്കി ഉടനെ തന്നെ ഓഫാക്കുക. അങ്ങനെ നമ്മൾ ഒരു 1-2 മിനിറ്റ് ഇത് അടിച്ച് നന്നായിട്ട് പതയുന്നവരെ നമുക്കിത് അടിച്ചെടുക്കണം. കണ്ടോ, ഞാൻ ഇത് ഓണും ഓഫും ആക്കി അടിച്ചെടുത്തതാണ്. നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്കും ഇതുപോലെ സൂപ്പറായിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടോ, സൂപ്പറായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മയോണൈസ് തയ്യാറാക്കുന്ന ആ ഒരു രീതി ഞാൻ ആലോചിച്ചാണ് ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ആ ബൗളും നല്ല ഡ്രൈ ആയിരിക്കണം. ശരിക്കും മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിതിങ്ങനെ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ 2 മുട്ട ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർക്കുക. അപ്പോൾ 1.5 ടീസ്പൂൺ എസൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരുപാടിട്ട് ഇളക്കരുത് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ വേണം ഒന്ന് യോജിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താലേ ആ മുട്ടയുടെ മണം നല്ലപോലെ മാറി കിട്ടുള്ളൂ. എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചിരുന്നു, കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ ആ ഒരു മണം ഉണ്ടെന്ന്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ മുട്ട അടിച്ച ഉടനെ വാനില എസൻസ് നന്നായിട്ട് ചേർത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാവൂ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ പഞ്ചസാര പൊടിച്ചത്, അത് ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറേശ്ശെ പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ചതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ മൈദ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനത് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഞ്ചസാര മുഴുവനുമായിട്ട് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ 1 കപ്പ് മൈദ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തുടക്കക്കാരൊക്കെ ഈ കേക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കുറേശ്ശെ മൈദ ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പകുതിയായിട്ട് ഇട്ടത്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുന്ന കുട്ടികൾ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കേക്കാണ്. നമ്മുടെ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലേ കേക്ക് പെട്ടെന്ന് ഇളകി നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ബാറ്ററും ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 30-35 മിനിറ്റ് കറക്റ്റ് വെച്ചാൽ മതി. നന്നായിട്ട് ബേക്കായി കിട്ടും. ഞാൻ നമ്മുടെ ഇഡലിയുടെ തട്ടിലേക്ക് സാധാരണ നമ്മൾ ഉപ്പിടുന്ന പോലെ ഉപ്പിടുക. ഒരു സ്റ്റാൻഡ് ഞാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ ചോറൊക്കെ ഇറക്കി വെക്കുന്ന ആ സ്റ്റാൻഡ്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഇഡലി കുട്ടുവം ചൂടായതിന് ശേഷമേ ഈ ബാറ്ററി ഇതിലോട്ട് ഇറക്കി വെക്കാവൂ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രീ ഹീറ്റ് ഇതിന് മസ്റ്റാണ്.
അപ്പോൾ ഒരു 30 മിനിറ്റ് കറക്റ്റ് 30 മിനിറ്റ് എടുത്തിട്ടാണ് നമ്മുടെ ഈ കേക്ക് ഇവിടെ ബേക്കായി വന്നത്. നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരും വിഷമിക്കേണ്ട, ഓവൻ ഇല്ലാത്തവരും വിഷമിക്കേണ്ട, നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡിയാക്കാം. മാത്രവുമല്ല ഇത് നമുക്ക് ഉണ്ടാക്കി പുറത്ത് കൊടുത്താൽ നല്ലൊരു വരുമാനം മാർഗം കൂടിയാണ് ഇത്. ഈ കേക്ക് ബർത്ത്ഡേക്കൊക്കെ നിങ്ങൾ ഓർഡർ എടുത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗമായിരിക്കും. കണ്ടോ, നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് നമ്മുടെ ഈ കേക്ക്. അപ്പോൾ ഞാനിവിടെ ഈ റോയലിൻ്റെ ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിവോ വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ഇത് കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി സ്റ്റോർ ചെയ്യുന്നത് ഫ്രീസറിലാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് ടൈം എടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇലക്ട്രിക് ബീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇല്ലാത്തവർ ഇതുപോലെ ഫോർക്ക് ഉപയോഗിക്കുക. നല്ല തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇല്ലാത്തവർ ഇതുപോലെ ചെയ്യുക. പിന്നെ നിങ്ങൾ കൂടുതലും ഇതുപോലെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്നതിനേക്കായി നല്ലത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ നമുക്ക് അവൈലബിൾ ആണ്. അത് മേടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ക്രീം ആകുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മുടെ കൈയും നന്നായിട്ട് വേദനിക്കും. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് ഫ്രീസറിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് ഒരു നമ്മുടെ വേറൊരു കേക്ക് ഇട്ടതിൽ ഞാനിതുപോലെ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ എൻ്റെ അടുത്തുനിന്ന് കട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇതുപോലെയാണ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഈ പീലർ ഉപയോഗിച്ചിട്ടാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. ഇതുപോലെ ടേണിംഗ് ടേബിൾ ഇല്ലെങ്കിലും നമുക്ക് ഐസിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുക. ഇനി നിങ്ങൾക്ക് മുട്ടയുടെ മണം ഇതിനൊട്ടും തന്നെ ഇല്ല കേട്ടോ. ഈ കേക്കിന് ഒട്ടും മുട്ടയുടെ ഒരു മണമില്ല. അപ്പോൾ ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് അഥവാ മുട്ടയുടെ മണം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, വരില്ല എന്നാലും നിങ്ങൾ ഷുഗർ സിറപ്പിൽ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ ഒട്ടും തന്നെ മുട്ടയുടെ ആ ഒരു മണം കാണത്തില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ലെയർ ചെയ്യുക. വീണ്ടും ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് സിമ്പിളാണ് കേട്ടോ. കുറച്ച് ഐസ് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുക, എന്നിട്ട് കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുക. നല്ലൊരു ഫ്ലേവറും കിട്ടും. നമുക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഷുഗർ സിറപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള കേക്കൊക്കെ റെഡിയാക്കിയാൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. കണ്ടോ, ഈ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി ഞാൻ ഇതൊന്ന് കഴുകിയതിന് ശേഷം ഇതൊന്ന് കുടഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഐസിങ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനൊന്നിതൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കണം. ഇതാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. സാധാരണ ഇതുപോലെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കളറോ ഒന്നും തന്നെ അതിൽ ചേർക്കത്തില്ല. വൈറ്റ് ചോക്ലേറ്റാണ് എല്ലാ ഭാഗത്തും വെച്ചതിന് ശേഷം ഇനി നിങ്ങൾ ബർത്ത്ഡേക്കൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ നടുക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഡെക്കറേഷൻ ഒന്നും ചെയ്യരുത്. ആ നടുക്ക് ഭാഗത്ത് പേരെഴുതുക. ഇതിപ്പോൾ ഞാൻ പേരൊന്നും എഴുതാത്തതുകൊണ്ട് നടുക്ക് കുറച്ച് റോസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്തതിൽ ഇതുപോലെ നടുക്ക് ഡിസൈൻ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇതുപോലെ ഡിസൈൻ ചെയ്യുമോ എന്ന്. അങ്ങനെ ചെയ്യാറില്ല ഞാൻ. പിന്നെ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതിൻ്റെ നടുക്ക് കുറച്ച് റോസസ് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് പേരെഴുതാം. ഈ നടുക്ക് ഭാഗത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് നമുക്ക് പേരെഴുതാം. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഇനി മുതൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോൾ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടവും അതുപോലെ തന്നെ ഒരു സന്തോഷമൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്ത കേക്ക് വീട്ടിൽ തന്നെ ഹാപ്പി ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുമ്പോൾ.
അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിൽ ഞാൻ ഈ രീതിയിൽ ചെയ്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് ഇതുവരെ ആരും ട്രൈ ചെയ്ത് കാണില്ല. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും ലൈക്ക് കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.